ചോദ്യം: ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ ശ്വാസകോശം, ഓപ്ഷൻ ബി കണ്ണ്, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി കരൾ. ഉത്തരം ഓപ്ഷൻ ബി കണ്ണ്. ചോദ്യം: മനുഷ്യഹൃദയത്തിലെ വാൽവുകൾ. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ ഡി 4. ചോദ്യം: കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി. ഓപ്ഷൻ എ പീനൽ ഗ്രന്ഥി, ഓപ്ഷൻ ബി പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓപ്ഷൻ സി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ ഡി തൈമസ് ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ഡി തൈമസ് ഗ്രന്ഥി. ചോദ്യം: കണ്ണിന്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ഡി 10. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി കണ്ണ്. ഉത്തരം ഓപ്ഷൻ ബി ശ്വാസകോശം. ചോദ്യം: ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ്. ഓപ്ഷൻ എ AB പോസിറ്റീവ്, ഓപ്ഷൻ ബി ബി പോസിറ്റീവ്, ഓപ്ഷൻ സി O പോസിറ്റീവ്, ഓപ്ഷൻ ഡി A പോസിറ്റീവ്. ഉത്തരം ഓപ്ഷൻ സി O പോസിറ്റീവ്. ചോദ്യം: ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഒരാഴ്ച, ഓപ്ഷൻ ബി 3 ആഴ്ച, ഓപ്ഷൻ സി 5 ആഴ്ച, ഓപ്ഷൻ ഡി 8 ആഴ്ച. ഉത്തരം ഓപ്ഷൻ ബി 3 ആഴ്ച.